മമ്മി പറഞ്ഞെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം എൻ്റെ വാശിയുടെ പുറത്ത് സംഭവിച്ചു പോയ പിഴവുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുരളിയങ്ങളിനോടും അശ്വതി ആൻ്റിയോടും ക്ഷമ പറയുന്നതിൽ എനിക്കൊരു കുറച്ചിലുമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട് മമ്മി. മാളുവിനോടുള്ള അങ്കിളിന്റെയും ആന്റിയുടെയും ആറ്റിറ്റ്യൂഡ് എന്താവുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അത് ഞാൻ ഊഹിച്ചു. കഴിഞ്ഞതൊക്കെ മറന്ന് മാളുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ രണ്ടുപേരും കുറച്ച് സമയമെടുക്കും. പക്ഷേ നമ്മൾ അവളെ എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ചു കഴിഞ്ഞുവെന്ന് അവർക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ അവളോട് തോന്നുന്ന അകൽച്ച ഇല്ലാതാകുന്നു തന്നെയാ എന്റെ വിശ്വാസം. ഓ, അതിപ്പോ നീ അവളെ സ്വീകരിച്ചില്ലെങ്കിലും അവർക്ക് അവളെ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? എത്രയൊക്കെ ആയാലും അവരുടെ മോള് തന്നെയല്ലേ. പിന്നെ പുറമേ ശാശി എന്നൊക്കെ കാണിക്കുന്നത് നമ്മുടെ കണ്ണി പൊടിയിടാനായിരിക്കുമെന്നേ. അമ്മച്ചി പറയുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങള്. മാളുവിനോട് അവളുടെ വീട്ടുകാരുടെ സമീപനം എന്തായിരിക്കുമെന്നും അതെന്തുകൊണ്ടാണെന്നും എനിക്കും ഇവന് നന്നായി മനസ്സിലാകും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാറ്റിയെടുക്കേണ്ടത് മാളുവിന്റെ ഭർത്താവ് എന്ന നിലയിൽ ഇവന്റെ കടമ തന്നെയാ. ജോബിൻ, നീ മാളുവിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് അവളുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. മുരളിയുടെയും അശ്വതിയുടെയും മനസ്സിലുള്ള പേടിയും ആശങ്കയും ഒക്കെ മാറ്റേണ്ടത് നീ മുൻകൈയെടുത്ത് തന്നെയാ. എനിക്കറിയാം മമ്മി. മമ്മി വിഷമിക്കണ്ട. ഞാൻ അതൊക്കെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തോളാം. അശ്വതിയോട് കാര്യങ്ങൾ വിശദമായി പറയാൻ എനിക്ക് പറ്റിയില്ല. ചിലപ്പോൾ മുരളിയും അശ്വതിയും കൂടി ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതെ നീയായിട്ട് തന്നെ അതിനു മുമ്പ് അവളെയും കൂട്ടി അങ്ങോട്ട് പോകുന്നതാ നല്ലത്. ശരി മമ്മി, ഞാൻ മാളുവിനെയും കൂട്ടി ഉടനെ തന്നെ അങ്കിളിനെ ആന്റിയും കണ്ടോളാം. മുരളിയേട്ടൻ തീരുമാനമൊന്നും പറഞ്ഞില്ലല്ലോ. തീരുമാനോ? എന്ത് തീരുമാനം? അല്ല, മാളുവിന്റെ കാര്യത്തില് നമ്മളിപ്പോ എന്താ വേണ്ടത്? ആ കാര്യത്തിൽ എന്റെ തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ. പിന്നെന്താ തനിക്ക് പുതിയതായിട്ടൊരു സംശയം? അല്ല, അവള് ജോബിനൊപ്പം മടങ്ങി വന്ന സ്ഥിതിക്ക്. മടങ്ങി വന്നതിന് ഞാൻ എന്ത് വേണം? മുത്തുക്കുടയും വെൺചാമരം എടുത്ത് തന്റെ മകളെ ഞാൻ സ്വീകരിക്കണമെന്നാണോ? ഹേയ്, അതിനൊന്നും എന്നെ കിട്ടില്ല. ആര് ക്ഷണിച്ചില്ലല്ലോ മടങ്ങി വരാൻ. എല്ലാവരുടെ മുൻപിൽ നമ്മളെ നാണം കെടുത്തിട്ട് ഇറങ്ങിപ്പോയതല്ലേ പൊന്നുമോള്. ഇപ്പൊ എന്തിനാണ് അവ തിരിച്ചു വന്നത്? അത് എന്തിനു വേണ്ടിയാണെങ്കിലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. പറഞ്ഞല്ലോ, ആ കാര്യത്തിൽ ഞാൻ മുൻപ് പറഞ്ഞതിനപ്പുറം എന്റെ അഭിപ്രായത്തിൽ ഇന്ന് ഈ നിമിഷം വരെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇനി ഒട്ടും മാറാനും പോകുന്നില്ല. രണ്ടുപേരോടും കൂടിയാ പറയുന്നത്. എനിക്കും അതേ അഭിപ്രായം തന്നെ അശ്വതി. നമ്മളെയൊക്കെ വിട്ടികളാക്കി ഇറങ്ങിപ്പോയതല്ലേ അവള്. ഇനി അവളുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു കൊച്ചുമോളും ഇല്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും അവളുടെ പൂങ്കണ്ണീരിൽ എന്റെ മനസ്സ് അലിയാനൊന്നും പോകുന്നില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. അതാ എന്റെ ഒരു രീതി. അതെ, ഇനി കെട്ടിയോനെയും വിളിച്ച് ഇങ്ങോട്ടെങ്ങാനും വന്നാലേ നിങ്ങളും കൂടുതൽ അടുപ്പത്തിന് ലോകത്തിനൊന്നും പോകണ്ട. ഇതൊക്കെ എത്ര നാളത്തേക്കാണെന്ന് ആരറിഞ്ഞു? കേട്ടല്ലോ, അമ്മയുടെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്കറിയേണ്ടത് തന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നാ. പറയടോ, തന്റെ മനസ്സിൽ എന്താ? അതുകൂടി എനിക്കൊന്ന് അറിയണം. അവളെ എനിക്കൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ടായിരുന്നു മുരളിയേട്ടാ. എത്രയ്ക്കായാലും നമ്മുടെ മോളല്ലേ. വേണ്ട, ഒരാളും അവളെ കാണാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. പിന്നെ നമ്മുടെ മോളാണെന്നുള്ള ചിന്ത അവൾക്കുണ്ടായിരുന്നെങ്കിൽ നമ്മളോട് അവൾ ഈ നെറികേട് കാണിക്കില്ലായിരുന്നു. അഥവാ അവളിവിടെ വന്നാലും എനിക്ക് അവളെ കാണുകയും വേണ്ട, എനിക്കൊന്നും സംസാരിക്കാനുമില്ല.
തല്ലിക്കൊന്നാലും ചാകില്ലെന്ന് പറയില്ലേ, അതുപോലായി കാര്യങ്ങള്. അതെ, അവള് ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മളിപ്പോ എന്താ ചെയ്യുക മുരളി? എന്ത് ചെയ്യാൻ? ആരും ആരെയും സ്വീകരിക്കാനോ മിണ്ടാനോ പോകണ്ട, മനസ്സിലായല്ലോ? നീ എന്ത് കാണാനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നേ? കഷ്ടമുണ്ടമ്മേ, ഞാൻ അവളെ ഒന്ന് കണ്ടൂട്ടെ. വേണ്ട, തൽക്കാലം അതിന്റെ ആവശ്യമില്ല. കാണലും വിശേഷം പങ്കുവെക്കലൊക്കെ ഇപ്പൊ വേണ്ട. നീ അകത്ത് പോ. അശ്വതി, നിന്നോട് അകത്ത് പോകാനാ പറഞ്ഞേ. ഡോക്ടർ, ഞാൻ വരുന്നില്ല. ഡോക്ടർ പോയി അച്ഛനമ്മയും കണ്ടിട്ട് വാ. അത് ശരി. അപ്പൊ താൻ എനിക്ക് വഴി കാണിച്ചു തരാനാണ് ഇവിടം വരെ വന്നത്? ഇത്ര പെട്ടെന്ന് തന്റെ ആത്മവിശ്വാസമൊക്കെ ആവിയായി പോയോ? നിന്ന് പരിങ്ങാതിങ്ങി വാടോ. വാ. മുത്തശ്ശി, എന്തൊക്കെയാ വിശേഷങ്ങള്? സുഖല്ലേ? പിന്നെ പരമാനന്ദമല്ലേ? സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അവസരങ്ങളല്ലേ ഓരോരുത്തരും ഞങ്ങൾക്കായി സൃഷ്ടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ സുഖം ഇല്ലെങ്കിലല്ലേ അത്ഭുതപ്പെടാനുള്ളൂ. അല്ല, അങ്കിളും ആന്റിയൊക്കെ എവിടെയാ? അങ്കിളും ആന്റിയും. മാളു, വാ. ആ, രണ്ടുപേരും നിന്നെ. എനിക്ക് രണ്ടുപേരോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞകത്തോട്ട് കയറിയാ മതി. എന്താ മുത്തശ്ശി, കാര്യങ്ങൾ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമല്ലോ. അത് ഇവിടെ തന്നെ വേണമെന്ന് മുത്തശ്ശിക്ക് എന്താ നിർബന്ധം? മാളു, താൻ വാ. ആന്റി, അങ്കിൾ എവിടെയാ? ഇവിടെ ഇല്ലേ? ആന്റി, അങ്കിളുടെ കാര്യം ഞാൻ ചോദിച്ചു കേട്ടില്ലേ? മുരളിയേട്ടൻ തലവേനയായിട്ട് കിടക്കുക. ഇപ്പൊ അങ്ങോട്ട് കിടന്നതേ ഉള്ളൂ. അതെയോ? എന്തുപറ്റി പെട്ടെന്ന്? എങ്കിൽ ശല്യപ്പെടുത്തണ്ട, അങ്കിൾ റെസ്റ്റ് എടുത്തോട്ടെ. ഞങ്ങൾ എന്തായാലും കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ. വാ മാളു, നമുക്ക് റൂമിലേക്ക് പോവാം. ഭാര്യയും ഭർത്താവും പുതുമോടികളെ പോലെയാണല്ലോ നമ്മുടെ മുമ്പിൽ പൊട്ടം കളിക്കുന്നത്. അശ്വതി, ഈ വരവിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്, അത് ഉറപ്പാ. എന്തായാലും മുരളി പറഞ്ഞതുപോലെ നമ്മളായിട്ട് അങ്ങോട്ട് മിണ്ടാനും കിന്നാരം ചോദിക്കാനൊന്നും പോകണ്ട. നമ്മൾ സഹകരിക്കില്ലെന്ന് കണ്ട അച്ഛനും നായരും അവരുടെ പാട്ടിന് പൊക്കോളൂ. നീ വാ ഇങ്ങോട്ട്. ഗീത, നന്ദനെ ഇപ്പൊ കുറച്ചു മുമ്പേ ഞാൻ വിളിച്ചിരുന്നു. അപ്പോഴത്തെ ആ സന്ദർഭത്തിൽ ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പോഴാ ഡീറ്റെയിൽ ആയിട്ട് നന്ദൻ എല്ലാം പറഞ്ഞത്. നമ്മൾ വിചാരിച്ച പോലെയും വിശ്വസിച്ച പോലെയൊന്നും അല്ല നടന്നത്. മാളുവിനെ അപ്പു സേവ് ചെയ്യായിരുന്നെന്ന് നന്ദൻ പറഞ്ഞു വെറുതെ ഒന്നുമല്ല. കടുത്ത ഡിപ്രഷനിലേക്ക് പോവായിരുന്ന മാളുവിന് അപ്പുവിന് സാമീപ്യം ആവശ്യമാണെന്ന് നമ്മളെക്കാൾ മുമ്പേ അപ്പു മനസ്സിലാക്കി. അതൊരു പക്ഷേ നമ്മളോട് പറഞ്ഞ വേണ്ട രീതിയിൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ലെന്ന് അറിഞ്ഞിട്ടാ അപ്പു ആരോടും പറയാതെ മാളുമായിട്ട് ഇവിടുന്ന് സ്ഥലം വിട്ടത്. ഇത്രയും നാള് മാള് ഡോക്ടർ ജയദേവന്റെ കൗൺസിലിംഗിലായിരുന്നു. കാര്യങ്ങളെല്ലാം അപ്പുവും നന്ദനും കൂടി ജോബിനെ വിളിച്ചു വരുത്തി കൺവിൻസ് ചെയ്യാണ് ഉണ്ടായത്. മാളും ജോബിനും ഇപ്പൊ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്താടോ ഇത്രയും കേട്ടിട്ടും താനൊന്നും മിണ്ടാത്തത്? എനിക്കൊന്നും പറയാനില്ല വി പി. ഒന്നും കേൾക്കുകയും വേണ്ട. അരുത്, അങ്ങനെ പറയരുത്. താൻ കാര്യം അറിയാതാണ് അങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് അപ്പന് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നോട് ഒരു പിണക്കവും ഉണ്ടാവില്ല. തന്റെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാം. എങ്കിലും താൻ അവനെ തല്ലേണ്ടിയിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു?
വി പി പറയ്. എല്ലാവരുടെയും മുന്നില് ഇങ്ങനൊരു ധീര സാഹസികൃത്യം കാണിച്ചതിന് കണ്ടോണ്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമായിരുന്നോ? ഗീത, ഞാൻ പറഞ്ഞു വന്ന അതല്ല. വി പി ഇനി എന്ത് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ഇനി അപ്പുവിനോട് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്തു പോയതില് എനിക്കൊരു നിരാശയും കുറ്റബോധവും ഇല്ല. ഗീത, ഞാൻ തന്നെ കുറ്റപ്പെടുത്തതല്ല. കുറ്റപ്പെടുത്തിയാൽ എനിക്ക് വിഷമമൊന്നുമില്ല വി പി. അപ്പുവിന് വേണ്ടി അവന്റെ അമ്മ എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു. അതുകൊണ്ട് തന്നെ അവരിനി എന്ത് കാണിച്ചാലും എനിക്കതിലൊരു സങ്കടവും ഇല്ല. ഇപ്പോഴത്തെ സങ്കടം കൊണ്ടാ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ചെയ്തു പോയതിൽ തനിക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ചെല്ല്, അപ്പുവിനോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കുക. അപ്പൊ തന്റെ ഈ വിഷമമൊക്കെ മാറി കിട്ടും. അപ്പുവിന്റെ ചെല്ലടോ, ചെന്ന് സംസാരിക്കേ. ഇല്ല വി പി, ഇപ്പൊ എനിക്കതിന് കഴിയില്ല. പ്ലീസ് വി പി എന്നെ നിർബന്ധിക്കരുത്. ഓക്കെ ഓക്കെ, റിലാക്സ്. ഇപ്പൊ വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ താൻ അപ്പുവിനോട് എപ്പോഴെങ്കിലും, ഐ മീൻ മനസ്സൊന്ന് ശാന്തമായിട്ട് സംസാരിക്കണം. സംസാരിക്കാതിരിക്കരുത്. ഇപ്പോ താനൊന്ന് പോയി കിടക്ക്, അല്പം റിലാക്സ് ആവട്ടെ. വേണ്ട വി പി, ഞാൻ കുറച്ചു നേരം ഇവിടെ ഒന്ന് തനിച്ചിരുന്നോട്ടെ. അപ്പോ കിടക്കുകയാണോ? അല്ല, ക്ഷീണമുണ്ടെങ്കിൽ കിടന്നോ, ഞാൻ പിന്നെ വരാം. ഇല്ല വി പി, എന്താ വന്നേ? ഏയ് ഒന്നുമില്ല. നീ വല്ലതും കഴിച്ചതാണോ? ആ, വരുന്ന വഴിക്ക് നന്ദൻ സാറ് ഞാൻ ലൈറ്റായിട്ട് കഴിച്ചു. മാളു പിന്നെ വിളിച്ചോ? ഇല്ല. മാളും ജോബിനും ഡെയ്സിയെ കാണാനല്ലേ പോയത്? അതെ. അവര് വന്ന കാര്യം മുരളി അശ്വതിക്ക് അറിഞ്ഞോ? അറിഞ്ഞിട്ടുണ്ടാവും. അവര് മാളുവിനോട് എങ്ങനെയാവും റിയാക്ട് ചെയ്യാന്നാ ഞാൻ ആലോചിക്കുന്നത്. ജോബിൻ ഡോക്ടർ കൂടെ ഉള്ളതുകൊണ്ട് അശ്വതി ആന്റി അവളെ തല്ലും തോന്നുന്നില്ല. പോട്ടെ പോ. അമ്മ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാ, അത് നീ കാര്യാക്കണ്ട. ഹേയ്, ഞാൻ വെറുതെ പറഞ്ഞതാ. തല്ല് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുള്ളൂ. അല്ലെങ്കിലും നല്ലൊരു തല്ലിന്റെ കുറവ് എനിക്കുണ്ടെന്നാ എല്ലാരും പറയുന്നത്. നിന്നെയും മാളുവിനെ എല്ലാവരും തെറ്റിദ്ധരിച്ചു. പക്ഷേ അതിനൊരു അവസരം ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെ ആയിരുന്നല്ലോ. അപ്പോഴത്തെ അവസ്ഥയില് എല്ലാവരുടെ അനുവാദത്തോടുകൂടി എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ടാ ആരോടും ഇക്കാര്യം ആലോചിക്കാനോ പറയാനോ നിൽക്കാത്തത്. അപ്പോൾ നീ ചെയ്തതൊരു നല്ല കാര്യമാണ്, അതിലൊരു വലിയ ശരിയുണ്ട്. പക്ഷേ ആ വലിയ ശരിയിലേക്കുള്ള യാത്ര നീ നടത്തിയത് ഒരുപാട് പേരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും തകർക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു. അതെനിക്കും അറിയാം വി പി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരുപക്ഷെ എല്ലാവരെക്കാളും ആളുവിനെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാനും സ്നേഹിക്കാനും പറ്റുന്നതുകൊണ്ടാവും മറ്റാരുടെയും വിഷമം വേദനയും ഞാൻ കാര്യമാക്കാതിരുന്നത്. അത് വി പി പറഞ്ഞ പോലെ വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ അപ്പം എൻ്റെ മുമ്പിൽ ആ തെറ്റിനേക്കാളും വലുതായിരുന്നു മാളു അവളുടെ ജീവിതവും. ഇപ്പൊ വി പി പറഞ്ഞ പോലെ ഞാൻ ചെയ്ത ഒരു വലിയ ശരിയുടെ വിജയം ആഘോഷിക്കാനോ അവകാശപ്പെടാനോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിന് തയ്യാറുമല്ല. പിന്നെ എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിച്ചതിന് ആര് തരുന്ന ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. അതിനും എനിക്ക് യാതൊരു പരാതിയില്ല. അമ്മയെപ്പോലെ വി പിക്ക് എന്നെ ശിക്ഷിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആവാം. സന്തോഷത്തോടെ ഞാൻ എന്നെ നിന്ന് തരേ ഉള്ളൂ. എന്താ അപ്പോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മ ഒരിക്കലും നിന്നെ ശിക്ഷിച്ചതല്ല. നിന്നെ തല്ലിയതിലൂടെ ഗീത സ്വയം ശിക്ഷിക്കുകയായിരുന്നു. ഇപ്പൊ അമ്മ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ. കുറച്ചു കഴിഞ്ഞ് നീ ആയിട്ട് അങ്ങോട്ട് ചെല്ലണം, അമ്മയോട് തുറന്ന് സംസാരിക്കണം. എനിക്കറിയാം വി പി, അമ്മയോട് എനിക്ക് ദേഷ്യവും പിണക്കവും ഒന്നുമില്ല. ഇനി എത്ര വേണമെങ്കിലും എന്നെ തല്ലിക്കോട്ടെ, സന്തോഷത്തോടെ ഞാനത് ഏറ്റുവാങ്ങാം. ഇനി നിന്നെ തല്ലാനോ? അതോ അമ്മ? ഒരിക്കലും ഇല്ല അപ്പോ. തല്ലിയാലും വിരോധമില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും നീ ഗീതയായിട്ടൊന്ന് സംസാരിക്കേ.
സംസാരിക്കാം. പക്ഷേ ഇപ്പൊ വേണ്ട. അമ്മയെപ്പോലെ മെന്റലി ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. കുറച്ച് കഴിയട്ടെ. മതി, പതുക്കെ മതി. എന്നാ നീ കുറച്ചു നേരം കിടക്ക്, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഡോക്ടർ, എന്താടോ? നമുക്ക് പോവാം. പോന്നോ? അതാ പെട്ടെന്ന് അങ്ങനെ? ഇനി ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല. നമ്മൾ വന്നിട്ട് ഇത്രയും നേരമായില്ലേ? ഇതുവരെ നമ്മളൊന്ന് കാണാനോ എന്തെങ്കിലും സംസാരിക്കാനോ ആരും ഇങ്ങോട്ട് വന്നില്ലല്ലോ. എത്ര നേരം എന്ന് കരുതിയ നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് നമുക്ക് പോവാന്ന് പറഞ്ഞത്. എടോ, തന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മാളു, നമ്മളിപ്പോ ഇവിടെ നിന്ന് പോയാൽ അത് അങ്കിളിനും ആന്റിക്കൊക്കെ വലിയ വിഷമാവും. ഓ, എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വിഷമമുള്ളവരാണോ നമ്മളോട് ഇതുവരെ ഒന്ന് സംസാരിക്കാൻ കൂട്ടാക്കാതിരിക്കുന്നത്? അത് തനിക്ക് അറിയാഞ്ഞിട്ട്. ഇപ്പൊ നമ്മളെ വന്ന് കണ്ടില്ലെന്നും സംസാരിച്ചില്ലെന്നൊക്കെ താൻ പരാതി പറയുന്നുണ്ടല്ലോ. അതുപോലൊരു പരാതി അവരുടെ ഉള്ളിലും കാണും. നമുക്കൊരു കാര്യം ചെയ്താലോ? അങ്ങോട്ട് പോയി അവരെ കണ്ട് സംസാരിച്ചാലോ? വേണ്ട ഡോക്ടർ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതല്ല മാളു, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന അതേ ടെൻഷൻ അവരും അനുഭവിക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തു പറഞ്ഞ് അവര് നമ്മളോട് സംസാരിക്കാൻ വരിക? രണ്ടു കൂട്ടർക്കും ഇടയിൽ ഒരു ഐസ് ബ്രേക്കിങ്ങിന്റെ ആവശ്യമുണ്ട്. ആ മഞ്ഞുരുകൾ നമ്മൾ വിചാരിച്ചാലേ മാറ്റിയെടുക്കാൻ പറ്റൂ. തന്നെ പോലെ തന്നെ എനിക്കും അങ്ങോട്ട് ചെന്നവരെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും പ്രവൃത്തി കൊണ്ട് വല്ലാതെ മുറിപ്പെട്ടു പോയൊരു മനസ്സാ അങ്കിളിനെ ആന്റിയുടേതും. നമ്മള് യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമാണോ? ആ മുറിവുണക്കാൻ നമ്മളായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുകയും വേണം. അതൊക്കെ എനിക്ക് മനസ്സിലാവും ഡോക്ടർ. പക്ഷേ ഈ ഒരു വീർപ്പുമുട്ടല് എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാ നമുക്ക് പോയാലോ എന്ന് ചോദിച്ചത്. അങ്ങനെ ഒന്നും മിണ്ടാതെ തിരിച്ചു പോകാനായിരുന്നെങ്കിൽ നമ്മൾ ഇവിടേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ മാളു. എടോ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. അങ്കിളും ആന്റിയൊക്കെ നമ്മളോടൊരു ഡിസ്റ്റൻസ് ഇട്ടാലും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങോട്ട് ഇടിച്ചു കയറി അങ്ങ് മിങ്കിൾ ചെയ്താലോ എന്ന് ആലോചിക്കാൻ ഞാൻ. എന്തു പറയുന്നു? അതൊക്കെ ഡോക്ടറിന്റെ ഇഷ്ടം. പക്ഷെ എന്നെക്കൊണ്ട് അതിന് പറ്റും തോന്നുന്നില്ല. തന്നെ കൊണ്ടും പ്രയാസമാണെന്നറിയാടോ. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, അവരെ ഇങ്ങനൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതിന്റെ ഉത്തരവാദികൾ നമ്മൾ രണ്ടുപേരുവാ. അതുകൊണ്ട് തന്നെ ആ തെറ്റിന് പിഴയൊടുക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് നമുക്ക് അവരെ ഫേസ് ചെയ്യാം. ഓക്കെ? എന്താ, തനിക്ക് ടെൻഷനുണ്ടോ? ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എങ്ങോട്ടാ മുരളിയേട്ടാ? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. ഈ സമയത്തോ? അതെന്തിനാ? മാളും ജോബിനും പോയോ? ഇല്ല, റൂമിലുണ്ട്. നിന്നോട് വല്ലതും സംസാരിച്ചോ? ഏയ് ഇല്ല, അവള് റൂമിൽ നിന്ന് പിന്നെ താഴോട്ട് വന്നതേയില്ല. ജോബിനോ? ജോബിന് എന്നോട് എന്തോ ഒന്ന് ചോദിച്ചു. അതിനുള്ള മറുപടി ഞാനും പറഞ്ഞു. അത്രേ ഉള്ളൂ. ശരി, ഞാനിവിടെ ഒന്നും ശരിയാവില്ല. നമ്മളായിട്ട് എന്തിനാ വെറുതെ ഒരു സീൻ ഉണ്ടാക്കുന്നേ? അവര് പോയി കഴിയുമ്പോൾ നീ എന്നെ വിളിച്ചാ മതി. അത് വേണോ മുരളിയേട്ടാ? ജോബിന് എന്ത് കരുതും? ആരെന്ത് കരുതിയാലും എനിക്ക് പ്രശ്നമില്ല. കൂടുതൽ സംസാരിച്ച് വഷളാതിരിക്കാൻ വേണ്ടിയാ ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞത്. കേട്ടല്ലോ? അവര് പോയിട്ട് എന്നെ വിളിച്ചാ മതി. അങ്കിൾ, അങ്കിൾ എന്താ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങാണോ? എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ഒന്ന് പോകണം. ഞങ്ങളിവിടെ വന്നിട്ട് അങ്കിളും ആന്റിയും ഒന്ന് കാര്യമായി സംസാരിച്ച പോലും ഇല്ലല്ലോ. എന്താ അങ്കിൾ ഞങ്ങളോട് ഇങ്ങനെ അന്യരെ പോലെ പെരുമാറുന്നേ? ജോബിൻ പ്ലീസ്, ഇന്നലെ വരെ ജോബിന് ഈ വീട്ടിൽ വന്നപ്പോ ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ സഹകരിച്ചത്. ഇന്നിങ്ങനെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ അതിനുള്ള കാരണവും ജോബിന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ.